സഞ്ചാരികൾക്കിടയിൽ ദീപങ്ങളുടെ നാടെന്നറിയപ്പെടുന്ന വിയറ്റ്നാമിലെ ഹോയാനിലാണ് ഞാനിപ്പോഴുള്ളത്. ദീപങ്ങൾ കൊണ്ട് ഒരു നാട് മുഴുവൻ അലങ്കരിച്ച് ലോകസഞ്ചാരികളെ മുഴുവൻ ഇങ്ങോട്ട് ആകർഷിച്ച ഹൊയാൻ. രാത്രിയിൽ ഇത്തരത്തിലുള്ള നൂറുകണക്കിന് വിളക്കുകൾ കൊണ്ട് അലങ്കരിച്ച വഞ്ചിയിൽ ഹോയ് നദിയിലൂടെയുള്ള യാത്രയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. യുദ്ധം കൊണ്ട് ലോകമറിഞ്ഞ നാടാണല്ലോ വിയറ്റ്നാം. അവിടെ വിശ്വാസവും പാരമ്പര്യവും ഒരുപോലെ കാത്തുസൂക്ഷിക്കുന്നൊരു ജനത. 15-ാം നൂറ്റാണ്ട് മുതലുള്ള ചരിത്രം പറയാനുള്ള ആ നാടിൻ്റെ, ആ ജനതയുടെ മനോഹരമായ കാഴ്ചയാണ് ഇന്ന് പത്തേമാരിയിൽ. ഈ ചാനൽ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ. വിയറ്റ്നാമിൻ്റെ തലസ്ഥാന നഗരമായ ഹനോയിൽ നിന്ന് ഏകദേശം 800 കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടേക്ക്. ഹനോയിൽ നിന്ന് ബസ്സിലോ ട്രെയിനിലോ നമുക്കിവിടേക്ക് എത്താം. തൊട്ടടുത്തുള്ള എയർപോർട്ട് എന്ന് പറയുന്നത് ഏകദേശം 50 കിലോമീറ്റർ ദൂരത്തുള്ള ഡനാങ് ഇന്റർനാഷണൽ എയർപോർട്ടാണ്. 1999 മുതൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽപ്പെട്ട ശാന്തവും സുന്ദരവുമായ നാടാണ് ഹൊയാൻ. സമയം സന്ധ്യയാകുന്നതേയുള്ളൂ. ഞാൻ താമസിച്ച ഹോട്ടലിൽ നിന്ന് ഏകദേശം 15 മിനിറ്റ് ദൂരം നടക്കാനേ ഇവിടേക്കുള്ളൂ. ഓൾഡ് ടൗൺ എന്നറിയപ്പെടുന്ന പ്രദേശമാണിത്. ഇവിടെയാണ് പ്രധാനമായും ടൂറിസം ആക്ടിവിറ്റികളൊക്കെ നടക്കുന്നത്. ആ കാണുന്ന തുബോൺ നദിയുടെ കൈവഴിയായ ഹോയ് നദിയുടെ ഇരുവശത്തുമുള്ള കരകളിലായി വ്യാപിച്ചു കിടക്കുന്ന തെരുവുകളും അവിടുത്തെ പഴയകാല കെട്ടിടങ്ങളുമൊക്കെയാണ് ഓൾഡ് ടൗണിന്റെ പ്രധാന ഭാഗങ്ങൾ എന്ന് പറയാം. ഈ കാണുന്ന പാലമാണ് ഓൾഡ് ടൗണിന്റെ ലാൻഡ്മാർക്ക്. പലതരത്തിലുള്ള ദീപങ്ങൾ കൊണ്ട് അലങ്കരിച്ച ഈ പാലവും ഈ തെരുവിന്റെയും കാഴ്ചകൾ കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടേക്ക് വന്നത്. സുന്ദരമായ കാഴ്ചയാണ് ഇവിടെ നിന്നുള്ളത്. നദിയിലൂടെ നീങ്ങുന്ന വഞ്ചികൾ ഏകദേശം നമ്മുടെ നാട്ടിലെ വഞ്ചികളുടെ അതേ രൂപവും ഭാവവുമാണെന്ന് പറയാം. സന്ധ്യാസമയമായിട്ടേ ഉള്ളൂ, പക്ഷേ അപ്പോഴേക്കും സഞ്ചാരികളുടെ ഒഴുക്കാണ്. ഇപ്പോൾ തന്നെ സഞ്ചാരികളെയും കൊണ്ട് നദിയിലൂടെ പോകുന്ന വഞ്ചികളുടെ തിരക്കാണ്. എന്തായാലും രാത്രി ഈ നദിയിലൂടെ യാത്ര നടത്താനാണ് എൻ്റെ തീരുമാനം. അതുവരെ ഇവിടെയൊക്കെ ഈ തെരുവിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കാണാം. പാലത്തിനപ്പുറത്തും വിശാലമായ തെരുവാണ്. നിരവധി തെരുവു കച്ചവടക്കാരുണ്ട്. വിയറ്റ്നാമിൻ്റെ തനത് രുചികളുമായി നിൽക്കുന്നവർ. പലതും ഞാനിതുവരെ കാണാത്തതും കേൾക്കാത്തതുമാണ്. ഈ കാണുന്ന ചെറിയ കടകളെല്ലാം തന്നെ വളരെ വൃത്തിയായി ആരെയും ആകർഷിക്കുന്ന തരത്തിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ തെരുവിൻ്റെ വൃത്തിയും ഭംഗിയുമൊക്കെ ഏതൊരു സഞ്ചാരിയുടെയും മനം കവരുന്നതാണ്. ഒരു ചെറിയ കടലാസ് കൊണ്ടുപോലും നമുക്കിവിടെ കാണാൻ കഴിയില്ല. ഈ കാണുന്ന കെട്ടിടങ്ങൾക്കൊക്കെ നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. അവയൊക്കെ അതേപോലെ നിലനിർത്തുകയും സഞ്ചാരികളെ ആകർഷിക്കാനായി മഞ്ഞ പെയിന്റ് അടിച്ച് പലതരത്തിലുള്ള ലൈറ്റ് കൊണ്ട് അലങ്കരിച്ച് മനോഹരമാക്കുകയാണ് ചെയ്തത്. പ്രധാനമായും ഡാൻസ് ബാറുകളും റെസ്റ്റോറൻറ്റുകളും മസാജ് സെൻ്ററുകളും ഒക്കെയാണ് ഈ കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുന്നത്. ഇതൊരു ചെറിയ ബാറാണെന്ന് പറയാം. പലതരത്തിലുള്ള കോക്ടെയിലുകൾ വിൽക്കുന്ന ബാർ. പലതരത്തിലുള്ള മദ്യങ്ങൾ നമുക്കിവിടെ കിട്ടും. ഇത്തരത്തിൽ നിരവധി എണ്ണമുണ്ട് ഈ തെരുവിൽ. ഇത്തരത്തിലുള്ളതൊന്നും നമ്മുടെ നാട്ടിൽ എവിടെയും ഞാൻ കണ്ടിട്ടില്ല. പഴയ കെട്ടിടങ്ങളൊക്കെ അതേപോലെ തന്നെ നിലനിർത്തി ചെടിയും ലൈറ്റുകളും ഉപയോഗിച്ച് മനോഹരമാക്കിയാണ് ഇവിടുത്തെ ടൂറിസം. പുതിയ കെട്ടിടങ്ങളും ആഡംബര സൗധങ്ങളും ഉണ്ടെങ്കിലേ ടൂറിസം ഉണ്ടാവൂ എന്ന തെറ്റിദ്ധാരണ നമ്മുടെ നാട്ടിൽ പരക്കെയുണ്ട്. എന്നാൽ പഴമയെ അതേപോലെ നിലനിർത്തി സൗന്ദര്യവൽക്കരിക്കപ്പെടുകയാണ് വേണ്ടത്.
വൃത്തിയുള്ള തെരുവുകളും ആ നാടിന്റെ രുചിയും പഴമയും ഭംഗിയും ഒക്കെ കാണാനാണ് സഞ്ചാരികൾ ഇവിടേക്ക് എത്തുന്നത്. കൊഞ്ചും ചിക്കനും പോർക്കും തവളയുമൊക്കെ ഗ്രിൽ ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാം. തവളയെ ഗ്രിൽ ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ കാണാത്ത ഒരു കാഴ്ച തന്നെയാണ്. സഞ്ചാരികളായി വന്നവർ പലരും കാത്തിരിക്കുന്നത് ഇവിടുത്തെ രാത്രി കാഴ്ചകൾക്ക് വേണ്ടിയാണ്. പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ കാണുമ്പോൾ ആരെയും ആകർഷിക്കുന്ന രീതിയിലാണ്. പക്ഷെ അതിന്റെ രുചി എത്രത്തോളമാണെന്ന് എനിക്കറിയില്ല. ഹനോയിൽ നിന്ന് ബസ്സിലാണ് ഞാൻ ഹൊയാനിലേക്ക് വന്നത്. ഏകദേശം 17 മണിക്കൂറാണ് അതിനായി എടുത്തത്. ട്രെയിനും ഏകദേശം ഇത്രയും സമയം തന്നെ യാത്രയ്ക്കായി എടുക്കും. അതുകൊണ്ട് തന്നെ ഹനോയിൽ നിന്നായാലും ഹോച്ച്മിൻ സിറ്റിയിൽ നിന്നായാലും വിമാനമാർഗം ഇവിടേക്ക് വരുന്നതായിരിക്കും സമയം ലാഭിക്കാൻ ഏറ്റവും നല്ലത്. പൊതുവെ വിമാന നിരക്ക് നമ്മളെക്കാൾ കുറവാണിവിടെ. ഏകദേശം 1500 ഇന്ത്യൻ രൂപയ്ക്ക് നല്ല ഹോട്ടലുകളിൽ ഇവിടെ താമസ സൗകര്യം ലഭ്യമാണ്. പക്ഷെ ഒരു നേരത്തെ ഭക്ഷണത്തിനായി കുറഞ്ഞത് 350 രൂപയെങ്കിലും നമ്മൾ മാറ്റിവെക്കേണ്ടി വരും. തിരക്കൊഴിഞ്ഞ ശാന്തമായ അന്തരീക്ഷവും മനോഹരമായ തെരുവീഥികളുമൊക്കെയായി ഏതൊരു സഞ്ചാരിയുടെയും മനസ്സിൽ ഇടം നേടുന്ന ഒരു ക്ലാസിക്കൽ നാടാണ് ഹൊയാൻ എന്ന് പറയാം. മുമ്പൊരിക്കലും ഇത്രയും മനോഹരമായ ഒരു തെരുവ് എൻ്റെ യാത്രകളിൽ ഞാൻ കണ്ടിട്ടില്ല. ഒരുപാട് ദൂരം വ്യാപിച്ചു കിടക്കുന്ന ഒരു തെരുവാണിത്. പാലത്തിനടുത്തുള്ള സ്ഥലങ്ങളിലാണ് സഞ്ചാരികൾ കൂടുതലായുള്ളത്. പാലത്തിലൊക്കെ ദീപങ്ങൾ തെളിഞ്ഞു തുടങ്ങി. നദിയിലൂടെ പോകുന്ന വഞ്ചികളിലുമുണ്ട് പലതരത്തിലുള്ള ദീപങ്ങൾ. ഈ നാടിന്റെ രാത്രി കാഴ്ചകൾ ഇതാ ഇവിടെ തുടങ്ങുകയാണെന്ന് പറയാം. ഒരു ഉത്സവ പ്രതീതിയാണ് എനിക്കിവിടെ നിൽക്കുമ്പോൾ തോന്നുന്നത്. നൂറുകണക്കിന് സഞ്ചാരികൾ, പല ദേശങ്ങളിൽ നിന്നായി വന്നവർ, അവരെല്ലാം വിയറ്റ്നാമിന്റെ ഈ സുന്ദര കാഴ്ചകൾ കണ്ട് ആസ്വദിച്ചിരിക്കുകയാണ്. ടൂറിസവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഈ നദിയുടെ ഇരുകരകളിലെ തെരുവുകളിൽ നടക്കുന്നത്. റെസ്റ്റോറന്റുകളിലും ഡാൻസ് ബാറുകളിലും തെരുവ് കച്ചവടങ്ങളിലുമൊക്കെയായി നൂറുകണക്കിന് ആളുകൾ. അവരെല്ലാം ചേർന്ന് ഇന്നിവിടെ ടൂറിസം ഒരു വലിയ വ്യവസായമായി മാറ്റിയിരിക്കുകയാണ്. ഏകദേശം 1,80,000 പേരാണ് ഹൊയാൻ എന്ന ഈ ചെറുപട്ടണത്തിൽ താമസിക്കുന്നത്. അതിനേക്കാൾ എത്രയോ മടങ്ങ് വിദേശ വിനോദസഞ്ചാരികളാണ് ഓരോ വർഷവും ഇവിടെ എത്തുന്നത്. ഏകദേശം 60 ഹെക്ടർ പ്രദേശത്താണ് ഈ ചെറുപട്ടണം വ്യാപിച്ചു കിടക്കുന്നത്. ഇത്തരം കടലാസു ദീപങ്ങൾ വിൽക്കുന്ന നിരവധി ആളുകളെ നമുക്കിവിടെ കാണാം. ഈ ദീപങ്ങൾ വാങ്ങി പുഴയിലൂടെ ഒഴുക്കുകയാണ് ഇവിടുത്തെ മറ്റൊരു പ്രധാന പരിപാടി. അതിന് ചരിത്രപരമായോ വിശ്വാസപരമായോ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ എന്നെനിക്കറിയില്ല. വഞ്ചിയിൽ നിന്ന് ഇത്തരം ദീപങ്ങൾ പുഴയിലേക്ക് ഒഴുക്കുന്ന സഞ്ചാരികൾ. ഈ ദീപങ്ങൾ വിറ്റും ഈ പുഴയിലൂടെ വഞ്ചി തുഴഞ്ഞും നിരവധി ആളുകളാണ് ഇവിടെ ജീവിതം കെട്ടിപ്പൊക്കുന്നതെന്ന് നമ്മൾ ഓർക്കണം. ഇപ്പോൾ മഞ്ഞ വെളിച്ചത്തിൽ സുന്ദരിയായിരിക്കുന്ന പാലം, അതിനു താഴെയായി സഞ്ചാരികളെയും കൊണ്ടുപോകുന്ന നിരവധി വഞ്ചികൾ. എല്ലാ വഞ്ചികളും 1-2 ദീപങ്ങളാൽ അലങ്കരിച്ചിട്ടുണ്ട്. മനോഹരമായ കാഴ്ചയാണ് എവിടെ നോക്കിയാലും. ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് വേണം വഞ്ചിയിലേക്ക് കയറാൻ. 2-3 പേർക്ക് കയറാൻ പറ്റുന്ന വഞ്ചിക്ക് അരമണിക്കൂർ യാത്രയ്ക്ക് ഏകദേശം 500 രൂപയാണ് ചാർജ്. ടിക്കറ്റ് എടുത്ത് ഒരു യാത്രയ്ക്കായി ഞാനും ആ കടവിലേക്ക് ഇറങ്ങി. വഞ്ചികളെല്ലാം തന്നെ മരം കൊണ്ട് നിർമ്മിച്ചതാണ്. നമ്മുടെ നാട്ടിലെ വഞ്ചികളെക്കാൾ കുറച്ചുകൂടി വീതിയുണ്ടെന്ന് മാത്രം. എവിടെ നോക്കിയാലും ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ച വഞ്ചികളാണ്. വഞ്ചികൾ അടുക്കുന്നതിനായി ഇതുപോലുള്ള നിരവധി സ്ഥലങ്ങളുണ്ട് ഇവിടെ. ഇത്തരത്തിലൊന്നിലാണ് എനിക്കും പോകേണ്ടത്.
ഞാൻ ആദ്യമായിട്ടാണ് രാത്രിയിൽ ഇത്തരത്തിലുള്ള ഒരു യാത്രയ്ക്ക് പോകുന്നത്. കരയിലെ ദീപങ്ങൾ വെള്ളത്തിൽ പ്രതിഫലിക്കുമ്പോഴുള്ള കാഴ്ച എത്ര കണ്ടാലും മതി വരില്ല. ഇവിടുന്ന് നോക്കുമ്പോൾ നദിയിലൂടെ നീങ്ങുന്ന അലങ്കരിച്ച വഞ്ചികളും അതിനപ്പുറത്തായി ആ തെരുവിലെ പഴയകാല കെട്ടിടങ്ങളും കാണാം. എത്ര സമയം ഇവിടെ നിന്നാലും മടുക്കാത്ത കാഴ്ചകളാണിവയൊക്കെ. ഇന്ന് ഇവിടുത്തെ ടൂറിസത്തിന്റെ മുഖമുദ്രയാണ് ഈ നദിയെങ്കിലും മഴക്കാലത്ത് ചിലപ്പോഴൊക്കെ ഉണ്ടാകുന്ന വെള്ളപ്പൊക്കം ദുരന്തമായും മാറാറുണ്ട്. നദിയിലൂടെ ആ വഞ്ചിയിലിങ്ങനെ പോകുമ്പോൾ കരയിലെ കാഴ്ചകൾ അതിമനോഹരമാണ്. മഞ്ഞ നിറത്തിൽ പെയിന്റടിച്ച നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കെട്ടിടങ്ങൾ, എല്ലാ സ്ഥലവും ലേറ്റൻസ് എന്നറിയപ്പെടുന്ന ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചു മനോഹരമാക്കിയിരിക്കുന്നു. പ്രായമുള്ള ഒരാളുടെ വഞ്ചിയിലാണ് എൻ്റെ യാത്ര. തുഴയുന്നതിനിടയിൽ ചില സുവനീറുകൾ നമുക്ക് പരിചയപ്പെടുത്തുകയും വിൽക്കാനും അദ്ദേഹം നോക്കുന്നുണ്ട്. നദിയിൽ പലയിടത്തും ഇങ്ങനെയുള്ള കടലാസു ദീപങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കാണാൻ കഴിയും. ഈ നദിയിലൂടെയും കരയിലൂടെയും പോകുന്ന സഞ്ചാരികളെല്ലാം തന്നെ ഈ കടലാസു ദീപങ്ങൾ ഈ നദിയിലൂടെ ഒഴുക്കുന്ന വിനോദത്തിൽ ഏർപ്പെടുന്നുണ്ട്. കരയിലെ തെരുവിന്റെ കാഴ്ചകൾ കാണുമ്പോൾ ഒരു അത്ഭുത ലോകത്തുകൂടെ പോകുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. അത്ര മനോഹരമായിട്ടാണ് വിയറ്റ്നാം ജനത ഇതൊക്കെ ഒരുക്കിയിരിക്കുന്നത്. ശരിക്കും നമ്മുടെ നാട്ടിലും ഇതൊക്കെ ചെയ്യാവുന്നതേയുള്ളൂ. നദിയിലെ ഇരുകരയിലെ തെരുവുകളും ഈ നദിയും വളരെ വൃത്തിയായിട്ടാണ് ഇവർ സൂക്ഷിച്ചിരിക്കുന്നത്. യാതൊരു വിധത്തിലുള്ള പ്ലാസ്റ്റിക്കുകളോ മാലിന്യങ്ങളോ ഒന്നും തന്നെ നമുക്കിവിടെ കാണാൻ കഴിയില്ല. ഏത് നാട്ടിലായാലും ലോകോത്തര നിലവാരമുള്ള ഒരു ടൂറിസം ഡെസ്റ്റിനേഷനായി ഒരു പ്രദേശം ഉയരണമെങ്കിൽ മാലിന്യമുക്തമായ ഒരു പ്രദേശമായെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ. ഈ നദിയിലൂടെ ഇങ്ങനെ പോകുമ്പോൾ കരയിൽ കാണുന്ന മഞ്ഞ നിറത്തിലുള്ള ആ കെട്ടിടങ്ങൾക്കും അവയ്ക്കിടയിലുള്ള തെരുവുകൾക്കും നൂറ്റാണ്ടുകൾ പഴക്കമുണ്ടെന്ന് നമ്മൾ ഓർക്കണം. അവ പൊളിച്ച് പുതിയ രീതിയിലുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കുകയല്ല ഇവർ ചെയ്തത്. ആ പഴമയെ അതേപോലെ നിലനിർത്തി സൗന്ദര്യവൽക്കരിക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ടൊന്നു മാത്രമാണ് ഇന്ന് ഹൊയാൻ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചതും ഞാൻ ഉൾപ്പെടെയുള്ള നൂറുകണക്കിന് സഞ്ചാരികൾ ഇവിടേക്ക് എത്തിച്ചേർന്നതും. ഏകദേശം 1107 പഴയ കെട്ടിടങ്ങൾ അതേപോലെ ഇവിടെ നിലനിർത്തിയിട്ടുണ്ട്. അതിൽ ഭൂരിഭാഗത്തിനും മഞ്ഞ പെയിന്റാണ് അടിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ നിന്നിരുന്ന പാലത്തിന്റെ അടിയിലൂടെയാണ് ഇപ്പോൾ യാത്ര. വർഷങ്ങൾക്ക് മുമ്പുണ്ടാക്കിയ പാലമാണ്. അതുകൊണ്ട് തന്നെ ജലനിരപ്പിൽ നിന്ന് അധികം ഉയരമില്ല. പാലത്തിന്റെ മുകളിൽ നിന്ന് താഴെ നദിയുടെ കാഴ്ചകൾ കാണുകയും ഫോട്ടോയിൽ പകർത്തുകയും ചെയ്യുന്ന സഞ്ചാരികൾ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പലവ്യഞ്ജനങ്ങളും ചരക്കുകളും വ്യാപാരം നടത്തുന്നതിനുള്ള പ്രധാന യാത്രാമാർഗമായിരുന്നു ഈ നദി. ഈ നദിയിലൂടെയാണ്, അതിന്റെ ഹൃദയഭാഗത്തുകൂടെയാണ് ഇപ്പോൾ എൻ്റെ യാത്ര. നമ്മുടെ നാട്ടിലെ നദികളിലൂടെ, പുഴകളിലൂടെ നിരവധി തവണ വഞ്ചികളിൽ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. അതെന്റെ നാടായ കോഴിക്കോടായാലും ആലപ്പുഴയിലായാലും ഞാൻ കണ്ട കാഴ്ചകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരനുഭവമാണ് ഈ യാത്ര. അതിനു പ്രധാന കാരണം അലങ്കരിച്ചൊരുക്കിയ ഈ തെരുവുകളും ദീപങ്ങൾ ചാർത്തിയ ഈ വഞ്ചികളുമാണ്. കെട്ടിടങ്ങൾക്കെല്ലാം തന്നെ മഞ്ഞ നിറമാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ടുകൂടിയായിരിക്കും ഇത്രയും ഭംഗി. ഇങ്ങനെ ഈ നദിയിലൂടെ പോകുമ്പോഴാണ് തെരുവിലെ കെട്ടിടങ്ങളുടെ ഭംഗിയും വലിപ്പവുമൊക്കെ നമുക്ക് കൃത്യമായി മനസ്സിലാവുക. എല്ലാം തന്നെ ഇരുനില കെട്ടിടങ്ങളാണ്. അവയൊക്കെ പരമാവധി ഭംഗിയാക്കി സൂക്ഷിക്കാൻ
ഇവർ കൃത്യമായി ശ്രദ്ധിക്കുന്നുണ്ട്. 15-ാം നൂറ്റാണ്ട് മുതൽ 19-ാം നൂറ്റാണ്ടിന്റെ അവസാന കാലം വരെ തെക്കിഴക്കൻ ഏഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാണിജ്യ തുറമുഖമായിരുന്നു ഹുയാൻ. കാലത്തിന്റെ കുത്തൊഴുക്കിൽ എപ്പോഴോ തുറമുഖത്തിന്റെ പ്രാധാന്യം നഷ്ടപ്പെട്ടു പോയെങ്കിലും ഇന്ന് വിയറ്റ്നാമിലെ ഏറ്റവും പ്രശസ്തമായ ടൂറിസം കേന്ദ്രമായി ഇവിടം മാറിയിരിക്കുന്നു. നമ്മുടെ കോഴിക്കോട് നഗരത്തിലെ മിഠായി തെരുവും കനോലി കനാലുമൊക്കെ ഈ രീതിയിൽ ഒരു ടൂറിസം സെന്ററായി മാറ്റാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. പക്ഷേ അതൊക്കെ ഒരിക്കലും നടക്കാത്ത ഒരു സ്വപ്നമായി മാറാനാണ് സാധ്യത. കാരണം യാതൊരു പ്ലാനിങ്ങും ഇല്ലാത്ത കാര്യങ്ങളാണ് വർഷങ്ങളായി ടൂറിസം മേഖലയിൽ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ തെരുവിൽ കാണുന്ന കെട്ടിടങ്ങൾക്കൊക്കെ വിയറ്റ്നാമീസ്, ചൈനീസ്, ജാപ്പനീസ് സംസ്കാരങ്ങളുടെ വ്യക്തമായ സ്വാധീനം കാണാൻ കഴിയും. അതുപോലെ യൂറോപ്യന്മാരുടെ സ്വാധീനത്തിലുള്ള ഫ്രഞ്ച് ബാൽക്കണികൾ, ചൈനീസ് ക്ഷേത്രങ്ങൾ, തടിവീടുകൾ എല്ലാം നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഏകദേശം അരമണിക്കൂർ നീണ്ട മനോഹരമായ യാത്രയായിരുന്നു ഈ നദിയിലൂടെ നടത്തിയത്. ഓരോ യാത്രയും വ്യത്യസ്തമായ അനുഭവങ്ങളാണ് നമുക്ക് നൽകുന്നത്. അലങ്കരിച്ച വഞ്ചികളിലെ യാത്ര തികച്ചും വ്യത്യസ്തമായ ഒരനുഭവം തന്നെയാണ്. ഇപ്പോഴും നിരവധി സഞ്ചാരികൾ ആ നദിയിലൂടെയുള്ള വഞ്ചി യാത്രയിലാണ്. സമയം ഏകദേശം 8 മണിയാകുന്നതേയുള്ളൂ. തെരുവുകളും കടകളുമൊക്കെ സഞ്ചാരികളെ കൊണ്ട് നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനി ഈ തെരുവിന്റെ രാത്രി കാഴ്ചകളിലേക്കാണ് എൻ്റെ യാത്ര.